ഇന്ന് നമ്മുടെ ട്രാവൽ ബ്ലോഗ് യാത്രക്കിടയിൽ വഴിയോരത്ത് കണ്ട ഒരു കാഴ്ചയാണ്. അരിപ്പയിലാണ് കേട്ടോ. അതായത് നമ്മുടെ കൊളത്തൂപ്പുഴയിൽ നിന്നും കടക്കിലേക്ക് പോകുമ്പോൾ മടത്തറക്കിപ്പുറം അമ്മയമ്പലം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒരു സ്ഥലമുണ്ട്. അരിപ്പ നമ്മുടെ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, അതിന് തൊട്ടുപുറത്തെ ജംഗ്ഷനിൽ ഹസീന എന്ന് പറയുന്ന യുവതിയുടെ തട്ടുകടയാണ്. ഒരുപാട് പ്രാരാബ്ദങ്ങൾക്കിടയിലും സുഖമില്ലാത്തതിനിടയിലും ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഹസീന അരിപ്പ ടീ ഷോപ്പ് നടത്തുന്നു. അതിജീവനത്തിന്റെ കഥയാണ്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഹസീനയുടെ ജീവിതം എന്താണെന്ന് അറിയാം. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തരായ ഒരുപാട് വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു യുവതി അതിജീവനത്തായി പോരാടുന്ന, രണ്ട് മക്കളുമായി പോരാടുന്ന ഒരു കഥ. ഏതായാലും നമുക്ക് ആ കാഴ്ചകളൊന്ന് കാണാം. ഹസീനയുടെ ജീവിതം, ഹസീന പറയും എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. ഹസീനയെ സഹായിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ നൽകിയിരിക്കുന്ന ഗൂഗിൾ പേ നമ്പറിൽ പണം അയക്കാം. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് യാത്രാമധ്യേ കണ്ട ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കൊളത്തൂപ്പുഴ എന്ന റൂട്ടിലാണ്. ഇത് പെരിങ്ങമല പഞ്ചായത്തിലെ ചിത്ര അല്ലേ, നമ്മുടെ ഹസീനയുടെ തട്ടുകട. ഞാൻ മിക്കവാറും ഒക്കെ പോകുമ്പോൾ ഈ തട്ടുകട കാണാറുണ്ട് കേട്ടോ. പക്ഷെ ആദ്യമായിട്ടാണ് ഇവിടെ നിർത്തുന്നത്. അപ്പം ഹസീനയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, കുടുംബപരമായ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഒരു ജോലി ചെയ്ത്, കാരണം ഭർത്താവൊക്കെ ഉപേക്ഷിച്ച് പോയി. മോൻ ഫർഹാൻ, അങ്ങനെ മോളെ പേരെന്ത്, അസ്ന, ഹസീനയുടെ മോള് അസ്ന. ഉമ്മയൊക്കെയാണ്. അപ്പൊ ഇവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. കാരണം ഈ ഒരു കട നടത്തിയാണ് ഉപജീവനം നടത്തുന്നത്. പക്ഷേ കടയിൽ കച്ചവടമൊക്കെ അത്യാവശ്യമുണ്ടെന്നാണ് ഹസീന പറയുന്നത്. എന്നാലും ഒരു എത്ര വയസ്സുണ്ട് ഇപ്പം? 35 വയസ്സേ ഉള്ളു. വളരെ ചെറുപ്പക്കാരിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കച്ചവടമൊക്കെ നടത്തുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇത്രയും വലിയൊരു സ്ഥലത്ത് ആൾക്കാർ പോകുന്ന വരുന്നു. ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട് ഹസീനയ്ക്ക്. എന്തായാലും നമ്മൾ ഹസീനയെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാണ്. ഈ കട നിങ്ങൾ വരണം. കാരണം ഈ അരിപ്പ ടീ ഷോപ്പ് എന്നാണ്, നിങ്ങൾക്ക് വളവിന് വരുമ്പം കാണാം ഈ കട. അത് മാത്രമല്ല, നമ്മൾ ഇങ്ങനെയുള്ള ഒരു സപ്പോർട്ട്, ഹസീനയ്ക്ക് ഒരു 4 സെന്റ് വസ്തുവുണ്ട്. വീട് വെക്കാനൊരു 7 സെന്റെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ലോണും കാര്യങ്ങളും ഒക്കെ കിട്ടും. അല്ലെങ്കിൽ ഒരു നമ്മുടെ സർക്കാരിന്റെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. ഏതായാലും നിങ്ങളൊരു കാര്യം ചെയ്യണം. ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ യാത്രാമധ്യേ യാത്രകൾ, കാഴ്ചകൾ ഒക്കെ ഉള്ള സ്ഥലമാണ്. കുളത്തൂപ്പിലേക്ക് പോകുമ്പോൾ ഹസീനയുടെ കട കാണാം. നല്ല അടിപൊളി കടയാണ്. എല്ലാം നല്ല മേക്കിംഗ് ആണ് ഹസീന. ബ്രെഡ് മുതൽ അല്ലേ, നമ്മൾ എന്തൊക്കെ ഐറ്റംസ്, ഉഴുന്നോട, പരിപ്പോട, ബ്രെഡ്, ബജി എന്ന് പറഞ്ഞ കംപ്ലീറ്റ് സാധനമുണ്ട്. അപ്പോൾ ഹസീന ഇന്ന് ഹാപ്പി ആവണം. കാരണം ഭയങ്കര ഒരു പ്രാരാബ്ദം, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഏറ്റെടുത്ത മക്കളൊന്നും വലിയ കുട്ടികളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്രീൻ ഡിവിഷൻ ചാനൽ വഴി ഈ യാത്രയിൽ കണ്ട നല്ലൊരു കാഴ്ച, അതുപോലെ വിഷമമുള്ളൊരു കാഴ്ച കൂടിയാണ്. കാരണം ഒറ്റയ്ക്ക് ഒരു ജീവിതം പടുത്തുയർത്താൻ ശ്രമിക്കുന്ന ഹസീനയുടെ കാഴ്ചകൾ നിങ്ങൾ കാണണം. നിങ്ങൾ പറ്റുന്ന സഹായങ്ങൾ, ഹസീനയ്ക്ക് ഒരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതൊക്കെ നിങ്ങൾ മുഖേന നടക്കുമെന്ന പ്രതീക്ഷയോടെ നിങ്ങൾക്ക് ഈ കാഴ്ച ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ യാത്രകൾ അവസാനിക്കുന്നില്ല, യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഒരുപാട് കാഴ്ചകൾ കൊണ്ടുവരുമ്പോൾ ഹസീനയുടെ കട, നമ്മുടെ അരിപ്പ ടീ ഷോപ്പിന്റെ കട ഒക്കെ നമ്മൾ വലിയ മധ്യ കാണാം. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ ഒന്ന് കണ്ടു നോക്കാം. ഈ വഴിയോരത്തെ കുഞ്ഞു കടയിൽ കൂടി ഹസീന പടുത്തുയർത്തുന്നത് ഒരു ജീവിതമാണ്. പക്ഷേ ഹസീനയ്ക്ക് വീടില്ല, വീട് വെക്കാനുള്ള കാശുമില്ല. ഏതായാലും കുറച്ചു പേരൊക്കെ, ആരെങ്കിലുമൊക്കെ കാണുന്നവർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവതി. ഏതായാലും ഹസീന തന്നെ പറയുന്നത് കേൾക്കുക. ഹസീന 2 വർഷമായി കട തുടങ്ങിയിട്ട്. 2 വർഷം കൊണ്ട് ഈ ഒരു വരുമാനത്തിൽ നിന്നാണ് നമ്മൾ ജീവിച്ചു പോണത്. വീടൊന്നുമില്ല, വാടകയ്ക്കാണ് കിടക്കുന്നത്. 18 വർഷം കൊണ്ട് വാടകയ്ക്കാണ്. എനിക്കൊരു മോനും ഒരു മോളും ഉണ്ട്. മോൻ +1 പഠിക്കുന്നു, മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോൾക്ക് വയ്യായ്മയൊക്കെ ഉണ്ട്, തൈറോയ്ഡ് കൂടുതൽ, തൈറോയ്ഡും മറ്റു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് സുഖമില്ലാത്തതാണ്. ആമവാദത്തിന്റെ അസുഖമാണ്. ആമവാദം എന്ന് പറയുമ്പം എണീറ്റ് നടക്കത്തൊന്നും ഇല്ലായിരുന്നു, ഇഴഞ്ഞിഴഞ്ഞാ നടന്നുകൊണ്ടിരുന്ന. ഞാനിപ്പോ വേറെ തുണിക്കടയിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നിട്ട് ഇപ്പൊ ഞാൻ വിചാരിച്ചത് എന്തായാലും ഇനി കുറച്ച് പാചകങ്ങൾ അറിയാം. അപ്പൊ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഒരു സംരംഭം ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതിൽ നിന്നും ജീവിച്ച് മുന്നോട്ട് പോകുന്നു. ഹസ്ബൻഡില്ല. പിന്നെ ഉമ്മ കൂടെ ഉണ്ട്. ഉമ്മക്ക് സുഖമില്ലാത്തയാ, അവർക്ക് ഹാർട്ട് ചെറിയ ഇതൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ. മടത്തറ തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ചെങ്കോട്ട റൂട്ടാണ്. അത് അരിപ്പ ഫോറസ്റ്റിന്റെയും പിന്നെ അരിപ്പ സ്കൂളിന്റെയും സൈഡായിട്ട് വരും. ഇത് ഫോറസ്റ്റ് ഏരിയയാണ്. കുറച്ച് കഴിഞ്ഞാൽ അരിപ്പ അമ്മയമ്പലമായി. അരിപ്പ സ്കൂളിന് സമീപത്തായിട്ട് വരും. ഞങ്ങളൊരു 10-11 മണിയൊക്കെ ആവും. 11 മണിയാവും വരുമ്പോ.
പിന്നെ 7:30 മണി വരെ ചായ കാണും. ചായക്കൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരും. സ്ഥിരമായിട്ട് കസ്റ്റമർ വരും. തരാം ഓർഡറുകളൊക്കെ കിട്ടും ചിലപ്പോഴൊക്കെ. അങ്ങനെ തട്ടിമുട്ടൊക്കെ പോകുന്നുണ്ട്. സ്ഥിരം കസ്റ്റമർ വണ്ടിക്കാരൊക്കെ ഉണ്ട്. തമിഴ്നാട് വണ്ടിക്കാർ ഒരുപാടുണ്ട്. പിന്നെ ഞാന് ചിലപ്പോ സുഖമില്ലാതെ വരുമ്പം കട തുറക്കൂല. മോക്ക് വയ്യാതെ വരുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് സുഖമില്ലാതെ വരുമ്പോഴോ. അപ്പൊ അങ്ങനെ ആകുമ്പം എല്ലാവർക്കും പിണക്കമാണ് കട തുറക്കാത്ത. ഹസ്ബൻഡുമായിട്ട് നമ്മള് പുള്ളിക്ക് ഇതില്ല. പുള്ളി പിരിഞ്ഞിട്ട് 7 വർഷമായി. 7 വർഷം കൊണ്ട് നമ്മള് തനിയുള്ള ജീവിതമാണ്. ഇല്ല, മക്കൾക്ക് അങ്ങനെ പുള്ളി പൈസയൊന്നും കൊടുക്കാറില്ല. ചെലവിനും കൊടുക്കാറില്ല. മക്കളെ ആവശ്യങ്ങളൊന്നും നടത്താറില്ല. ഒരു ആവശ്യം മക്കളെ കാണാറില്ല. ഒന്നും. ഇതിൽ നിന്നും 100 രൂപ ആയാലും 500 ആയാലും 1000 ആയാലും കിട്ടുന്ന എത്രയാണോ അത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു 4 സെന്റ് സ്ഥലം മേടിച്ചിട്ടിട്ടുണ്ട്. ഇച്ചിരി കടങ്ങളുണ്ട്. കുറച്ചപ്പുറത്തേന് സ്കൂളിന്റെ അടുത്ത് വാടകയ്ക്കാണ് കിടക്കുന്നത്. ഇപ്പൊ അവിടെ ഒരു റൂമെങ്കിലും വെച്ച് കെട്ടിയ മോള് സേഫ്റ്റി ആയിട്ട് ഇരിക്കും. 13-14 വയസ്സാവാറായി. ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ വാടക വീട്ടിലാണെങ്കിൽ അവിടെ ഒറ്റയ്ക്കാവള്. രാത്രി 7-8 മണി വരെയൊക്കെ ഞങ്ങൾ ഇവിടുന്ന് അടച്ചിട്ട് പോകുന്നവരെ ഒറ്റയ്ക്ക. ഞാനിവിടെ ഒറ്റയ്ക്ക. ഇല്ല, 9 മണിയാവും വീട്ടിൽ ചെല്ലാൻ. 7:45 വരെ ചായയൊക്കെ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഒതുക്കി കടയിൽ പോയി സാധനമൊക്കെ മേടിച്ചോണ്ട് വരുമ്പോ വീട്ടിൽ ചെല്ലുമ്പോ ഏകദേശം 9 മണിയൊക്കെ. അത്യാവശ്യം കാര്യങ്ങള് ഇതിൽ നിന്നുകൊണ്ട് തന്നെ നടന്നു പോകുന്നത്. വേറെ വരുമാനമൊന്നുമില്ല. വരുമാനമില്ല. ഒരു ദിവസം ഞാൻ തുറന്നില്ലെങ്കിൽ അന്നത്തെ ദിവസം പൈസയൊന്നും കാണത്തില്ല. കയ്യിലിരിക്കുന്ന പൈസയൊക്കെ എടുത്ത് മറ്റാവശ്യങ്ങൾക്കൊക്കെ ചെലവാകും. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് ആരെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ചെയ്ത് എന്ന വളരെ ഉപകാരമായി. കാരണം ഒരു റൂം വെച്ച് കെട്ടി തന്നാലും മതി. വീടില്ല. 18 വർഷം കൊണ്ട് വാടകയ്ക്ക് അടയ്ക്കണം. അപ്പൊ ഒരു റൂമെങ്കിലും ആരെങ്കിലും ഒരു സഹായം ചെയ്യാൻ താല്പര്യമുള്ള ഒരു റൂം ഒഴിച്ചിരുന്ന എന്റെ മോക്ക് സേഫ്റ്റി ആയിട്ട് ഞാൻ കട അടച്ചിട്ട് പോകുന്നവരവർക്ക് ഇരിക്കാം. ഉമ്മ എന്നും കാണത്തില്ല. ഉമ്മക്കും സുഖമില്ലാത്തതാ. അവര് പിന്നെ നീതിയുടെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ ജോലിക്കോ എന്തെങ്കിലുമൊക്കെ പോകും. എന്നാലും 10-150 ചായയൊക്കെ ഒഴിക്കും. ചിലപ്പോൾ കൂടുതലൊഴിക്കും, ചിലപ്പോൾ കുറച്ചൊഴിക്കും. എല്ലാം ഒറ്റയ്ക്ക. മോൻ രാവിലെ സ്കൂളിൽ പോയിട്ട് നമ്മൾ ഇന്ന് വരും. സ്കൂളില്ലാത്ത ദിവസം മോനും കൂടി ഇറങ്ങി വരും. പലഹാരം ഇടുന്നതും ചായ ഒഴിക്കുന്നതൊക്കെ ഞാൻ തന്നെ. പാചകമൊക്കെ കൊച്ചിലെ പഠിച്ച് 8-9 വയസ്സുള്ളപ്പോഴേ പഠിച്ചത്. പിന്നെ വേറൊരു കട ഉണ്ടായിരുന്നു, ചേട്ടന്റെ കട. അപ്പൊ ആ ചേട്ടന്റെ കടയിൽ കൂടെ നിന്ന് കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ അങ്ങ് പഠിച്ചപ്പം ക്ലീനായി. ഇവിടെ ഉഴുന്നുവട ഉണ്ട്, പരിപ്പ് വട ഉണ്ട്, പിന്നെ ബ്രെഡ് റോസ്റ്റ് ഉണ്ട്, പിന്നെ ബജി ഐറ്റങ്ങൾ 5-6 കാണും. കാബജി, കത്തിരിക്ക ബജി, ഉരുളക്കിഴങ്ങ് ബജി, പിന്നെ അങ്ങനെ കുറെ ഐറ്റങ്ങൾ കാണും. എല്ലാം കൂടെ ഒരു 10-12 ഐറ്റങ്ങൾ കാണും. ഗുണ്ട് പോവും. പഴംപൊരി, ഗുണ്ട്, മോദകം, അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം. തമിഴ് ആൾക്കാര് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേരാണ്, വണ്ടിക്കാരാണ്. തമിഴ്നാട്ടിൽ നിന്നും ഉണ്ട്, നമ്മളെ കേരളത്തിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരും. കോവളത്തുനിന്നും കൊല്ലത്തുനിന്നും കൊട്ടിയത്തുനിന്നൊക്കെ ഒരുപാട് പേര് തിരക്കി വരാറുണ്ട്. വീടില്ല, വസ്തു ഇപ്പൊ വാങ്ങിച്ചിട്ട് ഒരു 6 മാസമായത്. അപ്പം അത് പിന്നെ 4 സെന്റ് ആയതുകൊണ്ട് നമുക്ക് ലോണൊന്നും കിട്ടുന്നില്ല. ലോണില്ല. 4 സെന്റ് ലോൺ ഉണ്ടെങ്കിൽ ലോൺ എടുത്ത് ഒരു റൂം, ഒരു ബാത്റൂം. 5 സെന്റിന് മേലോട്ട് വേണം. 5 സെന്റ് മേലോട്ട് വയ്ക്കാനുള്ള സാമ്പത്തികം ഇല്ല. 4 സെന്റേ ഉള്ളൂ. 4 സെന്റിന് ഒരു ലോൺ കിട്ടാന്ന് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ബാങ്കിൽ, പ്രൈവറ്റ് ബാങ്കിലൊക്കെ ആകുമ്പോൾ പലിശകളൊക്കെ ഒരുപാടാണ്. ഞാൻ 2 വർഷം കൊണ്ട് ഇവിടെ കച്ചവടം. ഇല്ല, അങ്ങനെ ആരും ഇതുവരെ വന്നിട്ടില്ല. എല്ലാരും നല്ല സപ്പോർട്ടാണ് ചെയ്യുന്നത്. ദൂരെ നിന്ന് വരുന്നവരായാലും അടുത്തുനിന്നുള്ളവരായാലും
ഒരു ശല്യമല്ല. ഒറ്റയ്ക്ക് ചേച്ചി ചെയ്യുന്നുണ്ടല്ലോ, നല്ല അഭിമാനമാണെന്നേ പറയുന്നത്. നമ്മള് ഈ പറഞ്ഞ കണക്ക് ആരെയൊന്നും പൈസ മോട്ടിക്കുക അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ജീവിക്കുന്നില്ലല്ലോ. നമ്മള് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് 10 രൂപ ഉണ്ടാക്കണം, അധ്വാനിച്ച് ജീവിക്കുക. ചായ ഒഴിച്ച് പഠിച്ച് എല്ലാരും ഇങ്ങനെയല്ലേ പഠിക്കുന്ന. ഇവിടുന്ന് മെല്ലിക്കൊടുത്ത് ആട്ടിക്കൊണ്ടുവരും. ബാക്കിയെല്ലാം ഇവിടെ വന്നങ്ങ് ചെയ്യും, സെറ്റ് ചെയ്യണം. എണ്ണ എന്നും തലേ ദിവസത്തെ എടുക്കൂല, അന്നുള്ള എണ്ണ എടുക്കും. ഒരു കിലോ ഒഴിക്കുമ്പോ ചില ദിവസം ബാക്കിയൊക്കെ വന്നാൽ ആർക്കെങ്കിലും ഒക്കെ പുതിയ മടത്തറയിന്ന് കുളത്തൂപ്പുഴ പോണ റൂട്ടാണേ. അതായത് തിരുവനന്തപുരം ചെങ്കോട്ട റൂട്ട്. അതിൽ മടത്തറയിന്ന് കുളത്തൂപ്പുഴ പോണ റൂട്ടിൽ അരിപ്പ ടീ ഷോപ്പ്, അരിപ്പ സ്കൂളിന്റെ കുറച്ച് മുന്നോട്ട്. അരിപ്പ ട്രെയിനിങ് സ്കൂളും അരിപ്പ UP സ്കൂളിനും ഇത് രണ്ടും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരും. വീട്ടുപേര് ഫർഹാൻ മൻസിൽ. മോന്റെ പേര് മുഹമ്മദ് ഫർഹാൻ, മോക്കളുടെ പേര് അസ്ന. അപ്പോൾ അതിജീവനത്തിനായി പോരാടുന്ന ഒരു വീട്ടമ്മ, കുടുംബം പോറ്റുക മാത്രമല്ല ഒരു വീടെന്ന സ്വപ്നം. അപ്പോൾ അതിന് നിങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഹസീനയുടെ ഗൂഗിൾ പേ നമ്പർ ഇതിൽ നൽകുന്നുണ്ട്. അപ്പോൾ ആ ഗൂഗിൾ പേ നമ്പറിൽ വിളിച്ചാലും കിട്ടും. ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു ചോദിച്ചിട്ട് കൃത്യമായ കാര്യമാണെങ്കിൽ മാത്രം ഹസീനയുടെ നമ്പറിലേക്ക് പണം അയച്ചാൽ മതി. അപ്പോൾ ആ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ്.